Hi all, welcome to Competitive Cracker. ഞാൻ ഹരികൃഷ്ണൻ. അപ്പോൾ നമ്മളുടെ നെറ്റിന്റെ എക്സാംസ് ഒക്കെ ഏകദേശം തീരാറായി അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നെറ്റിന്റെ ഒരു മൊത്തത്തിലുള്ള നമുക്ക് കിട്ടിയ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് ഒരു മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നോക്കാനും ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, എക്സാംസ് ഓവർവ്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. ഫസ്റ്റ്, ഇംഗ്ലീഷ് നമുക്ക് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയ റിവ്യൂ അനുസരിച്ച് കുറച്ച് ഈസി ടു മോഡറേറ്റ്, അത്ര ഈസി ആയിരുന്നില്ല, അത്ര കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പം വലിയ ഡിഫിക്കൽറ്റി ലെവൽ ഇല്ലായിരുന്നു എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. അപ്പോൾ ഒരു ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഒരു കുറച്ചും കൂടെ കൺസെപ്ച്വൽ ആൻഡ് ലിറ്റററി തിയറി ബേസ്ഡ് ദാൻ ഫാക്ച്വൽ, കുറച്ച് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, സെവറൽ ക്വസ്റ്റ്യൻസ് റിക്വയർഡ് ക്ലോസ് റീഡിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ റാദർ ദാൻ ഡയറക്റ്റ് റീകോൾ. അപ്പൊ കുറച്ചും കൂടെ എന്താണ്, കുറച്ച് ക്ലോസ് ആയിട്ട് കുറച്ച് നന്നായിട്ട് വിശദമായിട്ട് വായിച്ചു നോക്കിയ ആൾക്കാർക്കും എന്താണ് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇംഗ്ലീഷ് എന്നാണ് പൊതുവെ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ഓഫ് നമുക്ക് ജനറൽ പേപ്പറും കൂടെ കൂട്ടിയാൽ നമുക്കൊരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കട്ട് ഓഫ് ഇതാണ്, ഇതൊരിക്കലും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷിന് ഒരു JRF ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒരു 206 to 216 മാർക്സ് വരെയാണ് JRF ഒരു കട്ട് ഓഫ്. അതേപോലെ നെറ്റിന് 186 to 194. അതായത് നമുക്ക് കിട്ടിയ ആ കുട്ടികളുടെ റിവ്യൂസ് അനുസരിച്ച് ആ ഡിഫിക്കൽറ്റി ലെവലും കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ആക്യുറേറ്റ് ആണെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഇത് നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളെടുത്ത് പറയുന്ന ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാത്രമാണ്. ഓക്കെ, അടുത്തത് മലയാളവും ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമുക്ക് കൂടുതലും ഇത്തവണ മലയാളത്തിൽ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പല എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിന് അതുപോലെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത്തവണ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് അധികം വന്നില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിച്ചത്. ഓക്കെ, അതേപോലെ തന്നെ മോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് 2024 നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇത്തവണ ചോദിച്ചിട്ടുണ്ട് എന്നാണ് സ്റ്റുഡൻസ് നൽകിയ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ JRF കട്ട് ഓഫ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത് 204 to 210 ആണ്. അതേപോലെ നെറ്റിൻ്റെ ഒരു കട്ട് ഓഫ് 184 to 190 ആണ് നമ്മളൊരു കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ജനറൽ പേപ്പറും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ കട്ട് ഓഫ് നോക്കുന്നത്. ജനറൽ പേപ്പറിന്റെ കാര്യം ഞാൻ അവസാനം പറയാം. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പെക്ട് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള, ഒരിക്കലും കറക്റ്റ് അല്ല, ഒരു ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള കട്ട് ഓഫ് മാർക്സ് ആണ് ഞാൻ JRFനും നെറ്റിനും കൂടെ ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് കൊമേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മോഡറേറ്റ് ടു ഈസി ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത്തവണത്തെ പേപ്പർ 2 നമുക്ക് മിക്ക പരീക്ഷകൾക്കും ഒരു 60 to 70% ഓഫ് എക്സാംസിനും പേപ്പർ 2 പൊതുവെ എളുപ്പമായിരുന്നു എന്നാണ് കുട്ടികൾ പറഞ്ഞത്, കാൻഡിഡേറ്റ്സ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കുറേ കൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരുന്നത്. ക്വസ്റ്റ്യൻസ് ഫ്രം 2024 ഡിസംബർ സൈക്കിൾ, 2024 ഡിസംബർ സൈക്കിളിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഭൂരിഭാഗവും ഇവിടെ ആവർത്തിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ മലയാളത്തിന്റെ കേസ് പോലെ തന്നെ ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നതുമില്ല, കുറേ കൂടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ വളരെ കുറവായിരുന്നു എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. അപ്പോൾ ഈസി ടു, നിങ്ങൾക്കറിയാം എക്സാംസ് ഈസി ആവുമ്പോൾ തന്നെ അല്ലെങ്കിൽ മോഡറേറ്റ് ലെവലിൽ പോകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, കട്ട് ഓഫിന്റെ ആ ഒരു മാർക്കും കൂടുവാണ് അല്ലെ. എക്സാംസിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടുമ്പം കട്ട് ഓഫ് അതിനനുസരിച്ച് കുറയും. അപ്പൊ ഇവിടെ നമുക്ക് കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു അനാലിസിസ് അനുസരിച്ച് നമുക്ക് മോഡറേറ്റ് ടു ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ JRFന്റെ കട്ട് ഓഫ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 214, 214നും 224നും ഇടയ്ക്കാണ്. അതേപോലെ നെറ്റിന്റെ 192 to 200. ഓക്കെ, ജസ്റ്റ് ഒരു ആൻറ്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മാത്രമാണ് പറയുന്നത്. അതേപോലെ തന്നെ മാനേജ്മെന്റ് ബാക്കിയുള്ള സബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പം മാനേജ്മെന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നത്. കൊമേഴ്സിലെ പോലെ തന്നെ നമുക്ക് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിനേക്കാൾ ഉപരി കൂടുതലും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും അതേപോലെ സീക്വൻഷ്യൽ ആയിട്ട് അറേഞ്ച് ദ ഫോളോയിങ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ആണ് കൂടുതലും ഇതുവരെ മാനേജ്മെന്റിന് ചോദിച്ചിരിക്കുന്നത്. നോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല എന്നാണ്
സ്റ്റുഡൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് അറിയാം, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള സംഭവമാണ് ഈ മാച്ച് ദ ഫോളോയിങ്. അതേപോലെ ഓർഡർ അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ഫേസസ് തന്നിട്ട് അതിനെ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചു. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങും ഇതും കൂടെ ഏകദേശം ഒരു 18 to 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് സ്റ്റുഡൻസ് അനാലിസിസിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന്റെ ഡിഫിക്കൽറ്റി ലെവൽ കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് 206 206 to 216 ആണ്. നെറ്റിന്റെ 180 to 186 ആണ്. പക്ഷെ ഇതും പ്രതീക്ഷിക്കരുത്, ജസ്റ്റ് ഒരു ആന്റിസിപ്പേറ്റഡ് കട്ട് ഓഫ് മാത്രമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്കണോമിക്സും കുറച്ച് എന്താണ് ഈസി ടു മോഡറേറ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത്. അവിടെ എക്കണോമിക്സിന്റെ പ്രത്യേകത വെച്ചാൽ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വന്നിരിക്കുന്നു. അതായത് മാച്ച് ദ ബുക്സ് വിത്ത് ഓതേഴ്സ്, മാച്ച് ദ ഇയേഴ്സ്, അതായത് വർഷങ്ങൾ. ഓക്കെ, ഒരുപാട് പോളിസീസും കാര്യങ്ങളൊക്കെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഏത് വർഷത്തിലാണ് ഇതിൻ്റെ ഒരു പോളിസി ഫോർമുലേറ്റ് ആയത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് വന്നു എന്നാണ് സ്റ്റുഡൻസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ തിരിക്കുക. എന്നിട്ട് ഇപ്പോൾ ഇനിയുള്ള എക്സാംസിനും അങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ വർഷം പഠിച്ചിരിക്കുന്നത് നിങ്ങൾ ആ വർഷം നമുക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാത്തൊരു കാര്യമാണല്ലേ. ഇപ്പോൾ ഒരു എഴുതിയ ആൾ എന്നാണ് എഴുതിയത്, അല്ലെങ്കിൽ ഈ പോളിസി എന്നാണ് ഫോർമുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ലോ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ വർഷത്തിന് അവിടെ ചെറിയൊരു പ്രാധാന്യം ഇവിടെ എക്കണോമിക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡർ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബുക്സും ഓതേഴ്സും ബുക്സും അതേപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസി ടു മോഡറേറ്റ് ആണ്. അപ്പോൾ കുറച്ച് JRFന്റെ കട്ട് ഓഫും 210 തൊട്ട് 218 വരെയാണ്. നെറ്റിന്റെ 154 തൊട്ട് 190 വരെയാണ്. ഓക്കെ, വീണ്ടും പറയുകയാണ്, ഇതൊരു ആന്റിസിപ്പേറ്റഡ് കട്ട് ഓഫ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ജനറൽ പേപ്പറിനെ പറ്റിയാണ്. അപ്പോൾ ജനറൽ പേപ്പർ എന്താണ്, പലർക്കും പല പോലെയാണ്. അപ്പം ഈ പല സബ്ജക്ട്സുകാർക്കും പല ഡിഫിക്കൽറ്റി ലെവലിലാണ് ഇപ്പോൾ ജനറൽ പേപ്പർ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിനാണെങ്കിൽ തന്നെ ഇംഗ്ലീഷിന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നിന്ന് കുറച്ച് കുട്ടികൾ പറഞ്ഞൊരു പരാതിയല്ല, അവർക്ക് വന്ന് നേരിടേണ്ടി വരുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് പേപ്പർ 1ലാണ്. പേപ്പർ 1ൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ എന്താണ്, 1 മിനിറ്റ് എടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അവിടെ എത്ര മിനിറ്റ് പോകുന്നുണ്ട്, 10 to 15 മിനിറ്റ്സ് അവിടെ പോകുന്നുണ്ട്. കുറച്ച് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ പെർസെൻറ്റേജ്, റേഷ്യോസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ജനറൽ പേപ്പറിൽ നിന്ന് കുറച്ച് കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു മേഖലയാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇനി വരുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ പ്രശ്നം ഇതാണ്, നിങ്ങൾക്ക് സമയം പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് കുറച്ച് ടഫായിരുന്നു. മാനേജ്മെന്റിനും ജനറൽ പേപ്പർ കുറച്ച് ടഫായിരുന്നു. പക്ഷെ കൊമേഴ്സിനും എക്കണോമിക്സിനും ഒക്കെ ജനറൽ പേപ്പർ കുറച്ചും കൂടി ഈസി ആയിരുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ജനറൽ പേപ്പറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അവിടെ പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് ഒരു അഭിപ്രായം സ്റ്റുഡൻസിന് കിട്ടിയ നമ്മുടെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് അതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പേപ്പർ 1 അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു പേപ്പർ 2 എന്ന് കമന്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ CECയുടെ 150 ഡേ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളുടെ എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് PYQs, മോക്ക് ടെസ്റ്റ്, ലൈവ് സെഷൻസ്, ഓക്കെ, അതേപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, മെന്റർഷിപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ടൈം മാനേജ്മെൻറ്റും ആക്യുറസി ഒക്കെ കൂടി വരുള്ളൂ. അതൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന മെൻറ്റേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവരൊക്കെ JRF ഹോൾഡേഴ്സും PhD ഹോൾഡേഴ്സും ഒക്കെയാണ്. അവർക്ക് അത്ര എക്സ്പീരിയൻസ് ആ മേഖലയിലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം സഹായത്തോടു കൂടി നിങ്ങൾക്ക് അടുത്ത വരുന്ന JRF തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ ഇതുവരെ CECയുടെ 150 ഡേ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബോർഡിൽ കാണുന്ന ബോർഡ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇപ്പോഴത്തെ നെറ്റിൻ്റെ എക്സാം എഴുതിയവർക്ക് എല്ലാവരും ക്വാളിഫൈ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇനി ആയില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നമ്മൾ എങ്ങും പോകുന്നില്ല. CEC ഇവിടെ തന്നെ ഉണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട്. നിങ്ങൾക്ക് ഇനി വരുന്ന JRFന്റെ ഡിസംബർ സൈക്കിൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.